വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനിന്ന് വർക്ക് കഴിഞ്ഞ് ന്യൂ സ്ട്രീറ്റിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു. സോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഈ ഷോപ്പിംഗ് മോൾസും അങ്ങനെ മാത്രമല്ല കേട്ടോ യു കെയിലുള്ളത്. യു കെയിൽ നല്ല ഫാമേഴ്സ് മാർക്കറ്റ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് നല്ല കുറവ് പൈസയ്ക്ക് കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഞാൻ അവിടേക്കാണ് പോകുന്നത്. ഇപ്പം നേരെ മുമ്പിൽ കാണുന്ന ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. അത് അണ്ടർഗ്രൗണ്ടൊക്കെ ആയിട്ട് ഒരു വലിയ മോളാണ്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. കുറേ ഞാൻ നെക്സ്റ്റ് ടൈം ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട് അവിടെ. ഇതിൻ്റെ നടുവിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാനൊരു സ്പേസ് ഉണ്ട്. ബുൾറിംഗ് മോൾ എന്നാണ് ഈ പേര്. അത്യാവശ്യം നല്ലൊരു മോളാണ് ഇവിടുത്തെ. പിന്നെ ആ ദൂരെ കാണുന്ന ആ ഒരു ചേർച്ച് ഉണ്ടോ, അത് ഭയങ്കര ഭംഗിയുള്ളൊരു ചേർച്ചാണ്. ഭയങ്കര ഒരു ഭംഗി. അതിനകത്ത് ഇങ്ങനെ പായലൊക്കെ പിടിച്ചിട്ട് ഒരു ഗ്രീനിഷ് കളറിലൊക്കെയാണ് ആ ചേർച്ച് ഉള്ളത്. അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറേ ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കാരും ഫോട്ടോ ഒന്നും എടുത്ത് തരാനില്ലായിരുന്നു. ഭയങ്കര ഒരു ഭംഗിയുള്ള ചേർച്ചാണ്. ഒരു കുഞ്ഞു ചേർച്ചാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ നോർമലി കാണുന്നതിനൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചേർച്ച്. അതിൻ്റെ സൈഡിലൂടെ നടന്നാലാട്ടോ നമ്മുടെ ബുൾറിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഫാമേഴ്സ് മാർക്കറ്റും ഉണ്ട്, മീറ്റ് മാർക്കറ്റും ഉണ്ട്. അല്ലാതെ നമ്മൾ നോർമലി കുറേ സാധനങ്ങളില്ലേ, ഈ ഫേക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത്, അങ്ങനത്തെ ഒരു മാർക്കറ്റും ഉണ്ട്. ഇൻഡോർ മാർക്കറ്റാണ്. ഈ ഫിഷും മീറ്റൊക്കെ കിട്ടുന്ന മാർക്കറ്റും അതുപോലെ ഈ ഫേക്ക് ഐറ്റംസൊക്കെ കിട്ടുന്ന മാർക്കറ്റൊക്കെ ഇൻഡോറാണ്. പിന്നെ ഈ ഫാമേഴ്സ് മാർക്കറ്റ് പുറത്താട്ടോ. ഇവിടെ ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പോകണം. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഈവനിങ് 5 മണി വരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈവനിങ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈവനിങ് ആകുമ്പോൾ ഇവിടെ നന്നായിട്ട് പൈസ കുറയ്ക്കും. അപ്പോൾ ഒരു ബോളിൽ നിറയെ നമുക്ക് 50 പെൻസിനൊക്കെ സാധനങ്ങൾ കിട്ടും കേട്ടോ. നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ്. ഞാൻ അത്യാവശ്യം ഇവിടെ വരുന്ന ടൈമിനൊക്കെ ഇവിടെ വന്നൊരു സാധനം വാങ്ങാൻ നോക്കാറുണ്ട്. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം ഞാൻ പോയപ്പോൾ കുറച്ച് നേരത്തെ, അതുകൊണ്ട് എനിക്ക് £1 കേട്ടോ ഒരു ബോൾ കിട്ടി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ബ്ലൂബെറിയും സ്ട്രോബെറിയും ഒക്കെയാണ് വാങ്ങിയത്. അത് ഭയങ്കര പൈസയാണ് ഇവിടെ. £3 £4 ഒക്കെയാണ് ഒരു ബോക്സിന്. അതുപോലെ ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയല്ലേ. അപ്പം അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പാട്ടോ. അതുപോലെ നമ്മുടെ നാട്ടിലെ തേങ്ങ, കപ്പ, വാഴക്ക, മഞ്ഞൾ വരെ ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ബർമിംഗം അല്ലെങ്കിൽ ഇവിടെ കവൻട്രി എവിടെയെങ്കിലും അടുത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഷോപ്പിംഗ് സെൻറ്റേഴ്സിലൊക്കെ നല്ല പൈസയാണെങ്കിൽ ഈ മാർക്കറ്റിൽ വന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ പോയത് സാറ്റർഡേ ആണ്. അല്ലാതെ 2-3 ദിവസമൊക്കെ അത് ഓപ്പൺ ആവും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു, ഇവരെങ്ങാനും ഇങ്ങനെ ചീത്ത പറയും ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്താലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് എടുത്തത്. പിന്നെ അധികം സാധനമൊന്നും എനിക്ക് ഇത്തവണ വാങ്ങാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടുത്തെ ഇൻഡോർ മാർക്കറ്റിൽ കയറി ഫിഷൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടോ, നമ്മൾ വിചാരിക്കും ഇപ്പോൾ യു കെ ആണ്, അവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊന്നും സാധനം വെക്കില്ല. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ 20 രൂപ 30 രൂപ എന്ന് പറഞ്ഞാൽ കിട്ടില്ലേ, അതേപോലെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കുന്നതാണ്. ടോയ്സൊക്കെ പുറത്ത് വെച്ച് വെക്കുന്നുണ്ട്. പിന്നെ വിൻ്ററൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇനി പുറത്തൊക്കെ വെച്ച് വെക്കും. പക്ഷേ ഈ ഒരു വലിയ ഇപ്പോൾ കാണുന്ന ബിൽഡിംഗ് മൊത്തം ഒരു ഇൻഡോർ വലിയ മാർക്കറ്റാണ്. പക്ഷെ അവിടെ കുറേ ഇങ്ങനെ ഫേക്ക് ഐറ്റംസൊക്കെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിൽ പോകാൻ കുറച്ച് പേടിയായി. കാരണം വീഡിയോ എടുക്കുമ്പം അവരിനി വല്ലതും പറഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ അവിടെ കയറിയില്ല കേട്ടോ. ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റിൽ ഒന്ന് കയറി. പക്ഷേ ഇന്ന് എന്താ അറിയില്ല, സാറ്റർഡേ ആയതുകൊണ്ടാണോ അധിക കടകളും ക്ലോസ്ഡ് ആയിരുന്നേ. പിന്നെ എനിക്ക് നേരത്തെ ഉണ്ടായ സെയിം പേടി ഉണ്ടായിരുന്നു, അവരിനി ചീത്ത പറഞ്ഞാലോ വെച്ച് ഞാൻ അതിൻ്റെ ദൂരെയൊക്കെ നിന്നിട്ടാണ് കുറച്ച് വീഡിയോസ് എടുത്തത് കേട്ടോ. നെക്സ്റ്റ് ടൈം ഞാൻ ഇവിടെ ഫിഷ് വാങ്ങാൻ വരുന്ന ടൈമിൽ നന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയും കൂടി കൂട്ടാം. കാരണം ഒറ്റയ്ക്ക് ആകുമ്പം അത് കുറച്ചൊരു പേടിയാണല്ലോ, ഇവരുടെ സിസ്റ്റം ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ മീറ്റും അതുപോലെ എല്ലാ ഫിഷും കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ മത്തിയും അയിലയും എല്ലാം കിട്ടും ഇവിടെ.
കുറച്ച് പൈസ ഉണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ എല്ലാം ഒരു നോർമൽ പ്രൈസിന്. അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ എല്ലാ ഷോപ്പിലൊന്നും കത്തിയൊന്നും വിൽക്കില്ല. ഇവിടെ എന്തോ സേഫ്റ്റി എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അപ്പം ഇവർ ID കാർഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിലൊക്കെ പോയിട്ടാണ് ഞാനൊക്കെ എനിക്ക് യൂസ് ചെയ്യാനുള്ള കത്തിയൊക്കെ വാങ്ങാറ് കേട്ടോ. അതുപോലെ ഡ്രസ്സൊക്കെ ഉണ്ട്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നാട് തന്നെ തോന്നുക കേട്ടോ. കറക്റ്റ് അതേപോലെ ഇല്ലേ ഈ പെട്ടിയൊക്കെ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എൻ്റെ റൂംമേറ്റ്സും വിളിച്ചു പറഞ്ഞു അവർക്കും കുറച്ച് സാധനം വേണമെന്ന്. അപ്പം ഞാൻ പിന്നെയും തിരിച്ച് മറ്റേ ഫാമേഴ്സ് മാർക്കറ്റിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ആ ചർച്ചിന് നല്ലൊരു വ്യൂ കിട്ടി. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു തട്ടുകട പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു സ്ട്രീറ്റ് ഫുഡ്. ഞങ്ങൾ അവിടെ നിന്ന് നോർമലി കഴിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനോ അങ്ങനെ ഒന്നും മൂടൊന്നും ഉണ്ടാവില്ല. ഞാൻ വർക്കിന് വരുന്ന ഡേ അല്ലേ, അപ്പം ഞാനിവിടെ വന്ന് സാധനം വാങ്ങി നേരെ പോവും. പിന്നെ ഇവിടെ നമുക്കിതാ എല്ലാം കിട്ടും, ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ കാർപ്പറ്റ്, ബെഡ്ഷീറ്റ്, പിന്നെ മുട്ട, അതുപോലെ ചീസ് ഒക്കെ ഭയങ്കര പൈസ കുറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി ആണോ സാധനങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ബാഗ്സൊക്കെ ഇതുപോലെ ഇപ്പോൾ കാണുന്ന ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ് നിറയെ ഇതുപോലത്തെ സാധനങ്ങൾ വെക്കുന്നതാണ്. ഞാൻ നെക്സ്റ്റ് ടൈം ആരെങ്കിലുമൊക്കെ കൂടെ ഉള്ളപ്പോൾ ഞാനൊന്ന് കയറിയിട്ട് കാണിച്ചിടുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയാട്ടോ ഈ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന കട. നോക്കി എന്തൊരു ഫ്രഷാണ് നോക്കിയെല്ലാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോലും ഇത്രയും ഫ്രഷ് ആയിട്ട് ഐറ്റംസ് കിട്ടില്ല. ഇവിടെ എല്ലാം കിട്ടും. ചില ദിവസമൊക്കെ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ നമ്മൾ നാട്ടിൽ മാത്രം കിട്ടുന്ന ചേമ്പും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ചില ഡേയ്സ് മാത്രമാണ് നമ്മൾ ഇടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ നോക്കണം. ഈ ബ്ലൂബെറിയും ചെറിയും ഒക്കെ കാണാൻ എന്തൊരു ഫ്രഷാണ് അല്ലേ. ഇപ്പോഴും ഞാൻ കുറച്ച് പേടിച്ചിട്ടാട്ടോ. അപ്പം ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയാണുള്ളതെന്ന്. ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ നിന്ന് കപ്പയൊക്കെ വാങ്ങി, കപ്പയും മീൻകറിയും അതുപോലെ കപ്പയും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ. ഇതുപോലൊരു മാർക്കറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇവിടെ. അപ്പം ഞാൻ ഫസ്റ്റൊക്കെ ഇവിടെ വന്ന ടൈമിൽ എപ്പോഴും സെയിൻസ്ബറിയിൽ നിന്നായിരുന്നു ഈ വെജിറ്റബിൾസൊക്കെ വാങ്ങുക. പക്ഷെ അത് ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസീവാണ്. പക്ഷെ ഇവിടെ അത്യാവശ്യം എല്ലാം കിട്ടും. അപ്പം ഏത് ഡേയാ ഇവിടെ ഉണ്ടാവുക എന്ന് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം കിട്ടും. അതുപോലെ വരുമ്പം എപ്പോഴും ഈവനിങ് ടൈം വരാൻ നോക്കണേ. നോക്കി നമ്മളെ നാട്ടിലെ ചീരയും അതുപോലെ തേങ്ങയുണ്ട്, കപ്പ, മഞ്ഞൾ, പിന്നെ ഇതാ കണ്ടോ കടച്ചക്ക. എനിക്ക് ഈ ചിക്കനിലൊക്കെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതും ചെമ്മീനും ഒക്കെ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതൊക്കെ. എനിക്കത് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നേരം അത് വാങ്ങി ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടും. പിന്നെ ഈ വിങ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ KFC ഒക്കെ പോലെ ഭയങ്കര ഒരു ഷോപ്പാണ്. അതുപോലെ ഫൈവ് ഗൈസിലെ മിൽക്ക് ഷേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതെല്ലാം നോക്കി ഇങ്ങനെ പോവാം. ഇത്തവണ ഞാൻ ഒന്നും വാങ്ങുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ നിങ്ങൾ നോക്കണം, ഈ ഫാമേഴ്സ് മാർക്കറ്റൊക്കെ 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതുപോലെ ഈ കംപ്ലീറ്റ് സ്ഥലം ഒരു 8 മണിയാകുമ്പോഴേക്ക് കാലിയാവും കേട്ടോ. കാരണം 8 മണിയാകുമ്പോൾ അവിടുത്തെ എല്ലാ ഷോപ്പും ക്ലോസ് ആവും. ഈ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആയതുകൊണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന ഇവിടുത്തെ ആപ്പിൾ സ്റ്റോറാണ്. പിന്നെ ഞാനവിടെ ടൈമൊക്കെ നോക്കി 12:43 ട്രെയിന് കയറി തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ ഇവിടെ കവൻട്രിയിലോ അല്ലെങ്കിൽ ബർമിംഗ്ഹാമിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫാമേഴ്സ് മാർക്കറ്റിലൊന്ന് പോയി നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ചീപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടും. അപ്പോൾ അടുത്ത വ്ളോഗ് കാണാം. അപ്പോൾ ഇതാ ഞാൻ അക്കോമഡേഷൻ എത്തി. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഈ ഏരിയയിൽ കവൻട്രിയിലും ബർമിംഗ്ഹാമിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ ബൈ.